പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ദേവിയെടുത്ത് പറയായിരുന്നു, അതായത് നല്ല വാർത്തകളാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം അല്ലേ? ദുഃഖ വാർത്തകൾ പറയാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. നേരത്തെ ഒരു അപകട വാർത്ത ദേവിക അത് ആ വാർത്ത വായിച്ചു. ഇപ്പോഴിതാ മലപ്പുറത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് മലപ്പുറത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു വനവാസി യുവാവ് മരണപ്പെട്ടു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി ആയിരുന്നു ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കാട്ടാനകളുടെ ആക്രമണം അതിപ്പോൾ കേരളത്തിലൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴിത് വീണ്ടും നിലമ്പൂർ പരിസരത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു വനവാസി യുവാവ് കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ ശിവദാസ്? നമ്പ്യാർ, കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ മാത്രം ഇത് 3 പേരുടെ ജീവനാണ് കാട്ടാന എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഏകദേശം 7 മണിയോടെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഉൾവനത്തിൽ മാഞ്ചേരിയിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൂടി മരിച്ചത്. മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണി എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. 35 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മകളെ പാലേമാടുള്ള ഒരു പട്ടികവർഗ ഹോസ്റ്റലിൽ കൊണ്ടാക്കി, അതായത് ക്രിസ്മസ് അവധിക്ക് മകൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് പാലേമാട് അവധിക്ക് മകൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് പാലേമാടുള്ള ഹോസ്റ്റലിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി ഏകദേശം 7:30 ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടെ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഈ 2 സുഹൃത്തുക്കളും ആ സമയത്ത് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഉൾവനത്തിലാണ് ഈ ഒരു സംഭവം, അപകടം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ആക്രമിച്ചത്. ഇവർ ചോലനായ്ക്ക വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇവർ കാടിൻ്റെ ഉൾവനങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഗുഹയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ ചെറിയ കുടിലുകൾ കെട്ടി കാടിൻ്റെ ഉൾവശത്ത് താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ഏകദേശം ഈ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഭാഗത്ത് മാഞ്ചേരി പൂപ്പാറ കോളനിയിൽ ഏകദേശം 110ഓളം ആളുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം കരുളായി എന്ന പ്രദേശത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിൽ, 25 കിലോമീറ്ററോളം ഉള്ളിൽ ഉള്ള ഒരു പ്രദേശമാണ് പൂച്ചപ്പാറ കോളനി. ഈ കോളനിയിലേക്ക് പോകുമ്പോൾ പൂച്ചപ്പാറ കോളനിക്ക് അടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് അടികൊണ്ട മണി താഴെ വീഴുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ രക്ഷപ്പെട്ട ആളുകളാണ് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചത്. പിന്നീട് രാത്രി ഏകദേശം 9:30 ഫോറസ്റ്റ് അധികൃതർ ഈ സംഭവ സ്ഥലത്തെത്തി പിന്നീട് മണിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആ സമയത്ത് മരിച്ചിരുന്നില്ല. പിന്നീട് രാത്രി ഏകദേശം 11 മണിയോടെയാണ് മണി മരിച്ചത്. ഇപ്പോൾ നിലവിൽ മണിയുടെ മൃതദേഹം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അനിൽ നമ്പ്യാർ. ശിവദാസ്, ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ശിവദാസ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാട്ടാന ആക്രമണം അത് കേരളത്തിലൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. ശിവദാസ്, ഈ കാട്ടാനയുടെ ആക്രമണങ്ങൾ അത് പെട്ടെന്നുണ്ടാകുന്നതല്ല. ഇത് പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? തീർച്ചയായും മലപ്പുറത്ത് നിലമ്പൂരും അതോടൊപ്പം തന്നെ നിലമ്പൂരിന് തൊട്ടടുത്തുള്ള മേഖലകളെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കരുളായി മേഖലയെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. ഇവിടങ്ങളിൽ നിരവധി ആളുകൾ കൃഷി ഉപജീവന മാർഗമായിട്ടാണ് സ്വീകരിച്ച് ജീവിക്കുന്നത് തന്നെ. അത്തരത്തിൽ ഒരു മലയോര പ്രദേശം കൂടിയാണ്. ഇവിടെ കാട്ടാനകളും അതോടൊപ്പം തന്നെ കാട്ടുപന്നികളും അടക്കം പല സമയങ്ങളിലും ഇറങ്ങി കൃഷിയെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് കത്തുകളും അതോടൊപ്പം തന്നെ പരാതികളും അടക്കം നൽകിയിട്ടും ഇതിൽ കൃത്യമായൊരു നടപടികളൊന്നും തന്നെ ഇതുവരെ എടുത്തിട്ടില്ല. ഇക്കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഇത്തരത്തിൽ കരുളായി ഭാഗത്തൊരു പ്രതിഷേധം എല്ലാം തന്നെ നടന്നിരുന്നു. കൃഷി നശിപ്പിച്ചതിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു. ഫെൻസിംഗ് അടക്കമുള്ളവ സ്ഥാപിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പും ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുകയാണ്. അവരുടെ കൈവശം കാര്യമായ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജീവനക്കാരും വളരെ കുറവാണ്. വനംവകുപ്പിൽ ഉള്ള ജീവനക്കാർ അടക്കം വളരെ കുറവാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും ഈ ഭാഗത്തുള്ള പൊതുജനങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം ഇപ്പോഴും തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വന്യജീവി ശല്യത്തിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമാകുന്നതും. അനിൽ.